എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ വിജിത. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിജിതാസ് വൈബ്രന്റ് വിഷൻസ്. അപ്പൊ നമ്മളുടെ രാമായണ മാസം തുടങ്ങിയിട്ട് ഇന്നേക്ക് 15 ദിവസമായില്ലേ. ശരിക്കും 15 ദിവസം പോയത് അറിഞ്ഞതേ ഇല്ല. ഞാനിങ്ങനെ എല്ലാ ദിവസവും വീഡിയോ എടുക്കുന്നുണ്ട്, കഥ പറയുന്നുണ്ട്. ശരിക്കും എൻ്റെ മുന്നിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ വന്നിരുന്ന് നിങ്ങളോട് ഞാനിങ്ങനെ നമ്മൾ സാധാരണ സംസാരിക്കുന്നത് പോലെ കഥ പറയുന്നത് പോലെയാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ഇനിയും മാക്സിമം ഇതിനോട് താല്പര്യമുള്ളവരിലേക്ക് എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. അപ്പൊ നമ്മൾക്ക് ഒട്ടും വൈകിപ്പിക്കാതെ ബാക്കി കഥയിലേക്ക് പോവാ അല്ലേ. നമ്മൾ എവിടെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്? ശൂർപ്പണഖ പോയി രാവണന്റെ അടുത്ത് കുറച്ചൊക്കെ ഉള്ള കാര്യങ്ങളും കുറച്ചില്ലാത്ത കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി ഇത്തിരി കുത്തിത്തിരിപ്പൊക്കെ ആക്കി ശൂർപ്പണഖയുടെ ഭാഗം ന്യായീകരിച്ച് പറഞ്ഞു കൊടുത്തു അല്ലേ കഥകളൊക്കെ. അപ്പൊ രാവണൻ രാവണൻ ഇതൊക്കെ കേട്ടപ്പോ എന്തായിന്നറിയോ? രാവണന് മോഹായി. അപ്പൊ സീതേനെ കാണണം, എനിക്ക് സീതേനെ വിവാഹം കഴിക്കണം എന്നൊക്കെ മോഹായി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവണന് അറിയാം ശ്രീരാമന്റെ കൈകൊണ്ടാണ് താൻ മരിക്കേണ്ടത് എന്നുള്ളത്. നമ്മളുടെ ഈ നാശത്തിന്റെ സമയത്ത് ദുർബുദ്ധിയെ വരുള്ളൂ എന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറയുന്നത് കേട്ടില്ലേ? അതിന്റെ അർത്ഥം ഇത് തന്നെയാണ്. രാവണന്റെ നാശത്തിന്റെ സമയം എടുത്തപ്പോ രാവണന്റെ ബുദ്ധിയും ദുർബുദ്ധിയായിട്ടേ പ്രവർത്തിക്കുള്ളൂ. അതുകൊണ്ടാണ് എല്ലാം അറിഞ്ഞിട്ടും ആ അഹങ്കാരത്തില് രാവണൻ പിന്നെയും സീതേനെ തട്ടിക്കൊണ്ട് വരണം, സീതയെ എനിക്ക് ഭാര്യയാക്കണം എന്ന ചിന്തയിൽ തീരുമാനം എടുക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ രാവണൻ പ്ലാൻ ചെയ്തു. സീതേനെ തട്ടിക്കൊണ്ട് വരണം, എനിക്ക് എന്നിട്ട് ഭാര്യയാക്കണം, എന്നിട്ട് രാമനെ അങ്ങനെ ഞാൻ പരാജയപ്പെടുത്തും. സീത പോയി കഴിഞ്ഞാൽ പിന്നെ രാമന്റെ എല്ലാ ശക്തിയും പോയി. രാമന്റെ ശക്തി എന്ന് പറയുന്നത് തന്നെ പത്നി സീതയാണല്ലോ. അപ്പൊ പിന്നെ രാമനെ തോൽപ്പിക്കാൻ വളരെ എളുപ്പമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സീതേനെ തട്ടിക്കൊണ്ടു വരാനാണ് ഇപ്പൊ രാവണന്റെ പ്ലാന്. എന്നിട്ട് ഈ പ്ലാനിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം പോയിട്ട് സഹായം ചോദിക്കുന്നത് മാരീചനോടാണ് രാവണൻ. രാവണൻ രാക്ഷസ രാജാവാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ സഹായം ചോദിക്കേണ്ട ആവശ്യമില്ല, പോയി ആജ്ഞാപിക്കുകയാണ് ഇങ്ങനെ മാരീചനോട്. മാരീചൻ എന്നുള്ള പേര് എവിടേക്കോ കേട്ട് ഒരു ഓർമ്മ വരുന്നില്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീരാമനും ലക്ഷ്മണനും യാഗരക്ഷയ്ക്ക് പോയ സമയത്ത് രണ്ട് അസുരന്മാരുണ്ടായിരുന്നു, മാരീചനും സുബാഹുവും. സുബാഹുവിനെ അപ്പൊ തന്നെ ശ്രീരാമൻ വധിച്ചു. മാരീചന് ശ്രീരാമന്റെ ബാണം തുടർന്ന് കടലിലൊക്കെ പോയി കടലിന്റെ ഉള്ളിൽ കൊണ്ടിട്ടു. പിന്നെയും അയാളുടെ ജീവൻ തിരിച്ചു കിട്ടിയപ്പം ശ്രീരാമ ഭക്തനായി കാഷായ വസ്ത്രം ധരിച്ച് രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് മാരീചൻ എന്ന് പറയുന്ന അസുരൻ കേട്ടോ. അപ്പൊ ആ അസുരന്റെ അടുത്തേക്കാണ് എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് രാവണൻ പോകുന്നത്. എന്നിട്ട് രാവണൻ പോയിട്ട് മാരീചനോട് പറയാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ സീതയെ എനിക്ക് എന്തായാലും തട്ടിക്കൊണ്ട് വരണം, എന്നിട്ട് എനിക്ക് രാമനെ തോൽപ്പിക്കുക തന്നെ വേണം. അപ്പൊ നീ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്ലാനുകളൊക്കെ ആർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്? മാരീചനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് രാവണൻ പറഞ്ഞു. അപ്പൊ മാരീചന് ഉറപ്പായി. ഇപ്പൊ രാവണൻ പറയുന്ന പ്ലാന് കേട്ട് ശ്രീരാമനെ ഉപദ്രവിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമന്റെ കൈകൊണ്ട് മരണം സുനിശ്ചിതാണ്. കാരണം ഒരു വട്ടം തന്നെ കൊല്ലാതെ കരുണ കൊണ്ട് വിട്ടതാണ്, കടലിൽ കൊണ്ട് ഉന്തിയിട്ടിട്ട്. പിന്നെ ഇപ്പൊ രാവണൻ പറഞ്ഞത് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിലും രാവണന്റെ കൈ കൊണ്ട് മരണം സുനിശ്ചിതാണ്. ഓക്കെ, എന്തായാലും എനിക്കിപ്പോ മരണം സുനിശ്ചിതാണ്. അപ്പൊ ഈ രാവണന്റെ കൈ കൊണ്ട് മരിച്ച് ഇതാവണേനെക്കാട്ടിലും നല്ലത് ശ്രീരാമന്റെ കൈ കൊണ്ട് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അപ്പൊ തന്നെ മോക്ഷം കിട്ടി സ്വർഗത്തിൽ എത്തുമല്ലോ. അപ്പം അതിനു വേണ്ടിയിട്ട് ഇപ്പൊ രാവണൻ പറയുന്നത് അനുസരിക്കാം. ഇപ്പൊ രാവണൻ പറയുന്നത് അനുസരിച്ച് കഴിഞ്ഞാൽ ശ്രീരാമന്റെ കൈ കൊണ്ട് തന്നെ മരിക്കുമല്ലോ. അപ്പൊ എനിക്ക് മോക്ഷം കിട്ടി സ്വർഗത്തിൽ എത്താലോ എന്ന് പറഞ്ഞിട്ട് മാരീചൻ രാവണൻ പറഞ്ഞതുപോലെ അനുസരിക്കുകയാണ്. എന്താ ചെയ്തതെന്ന് വെച്ചാല് മാരീചൻ ഒരു സ്വർണ്ണമാനിന്റെ വേഷത്തില് സീതാദേവിയും ശ്രീരാമനും ലക്ഷ്മണനും ഇരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ പോയിട്ട് അവിടെ ഇങ്ങനെ ഓടിക്കളിച്ച് കുസൃതികളൊക്കെ കാട്ടി ഈ സ്വർണ്ണ നിറത്തില് വെള്ളപ്പുള്ളികൾ അവിടെ ഇവിടെ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു മാനിന്റെ രൂപം മായ കൊണ്ട് മാരീചൻ സ്വീകരിച്ചിട്ട് അവിടേക്ക് ഇങ്ങനെ പോയി കളിക്കുകയാണ് സീതാദേവിയുടെ പരിസരത്ത്. സീതാദേവിയെ വ്യാമോഹിപ്പിക്കുകയാണ്. ആ മാനിനെ കിട്ടണം എന്നൊരു മോഹം സീതാദേവിയുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ഇങ്ങനെ കളിച്ച് ചിരിച്ച് ഓടി 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 ദേവിയുടെ അടുത്ത് പോവും. എന്നിട്ട് ഇങ്ങനെ ഓടി പെട്ടെന്ന് അപ്രത്യക്ഷമാവും.
അങ്ങനെ കളിപ്പിച്ച് കുറെ ആയപ്പോ ദേവിക്ക് എന്താണ് ആ മാനിനെ വേണം എന്നൊരു ആഗ്രഹമായി. ആ മാനാണെങ്കിൽ അത്ര ഭംഗിയാണ്, കാരണം മായ കൊണ്ട് സൃഷ്ടിച്ച രൂപമാണ് അല്ലേ. മായ കൊണ്ട് നമുക്ക് എന്ത് സൃഷ്ടിക്കാൻ കഴിയും, കാരണം അത്ര മനോഹര രൂപമാണ്. സ്വർണ്ണ നിറത്തിൽ വെള്ള കുത്തുകള്, നീല നിറത്തിലുള്ള മിഴികള്, സുന്ദരമായിട്ടുള്ള മുഖം, നല്ലൊരു സ്വർണ്ണ മാൻകുഞ്ഞ്. അപ്പൊ ദേവിക്ക് അതിനെ വേണമെന്ന് ആഗ്രഹമായി. അപ്പൊ ശ്രീരാമനോട് പറഞ്ഞു, എനിക്ക് ആ മാനിനെ ഒന്ന് പിടിച്ചു കൊണ്ട് തരുമോ, അതിനെങ്ങനെ കളിപ്പിച്ച് കൊഞ്ചിച്ചൊക്കെ ഇരിക്കാൻ നല്ല രസമായിരിക്കും, ഒന്ന് അതിനെ എനിക്ക് പിടിച്ചു കൊണ്ട് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം ശ്രീരാമനെ മാനൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. പിന്നെ സീതാദേവി ഒന്നും കൂടി പറഞ്ഞപ്പോൾ ശരി എന്നാ ശരി കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അപ്പോഴും ലക്ഷ്മണൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, മാൻ തന്നെ ആവണം എന്ന് ചാൻസ് ഒന്നും ഇല്ല, ചിലപ്പോൾ വല്ല മായ രാക്ഷസന്മാരും നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ രൂപത്തിൽ വന്നതായിരിക്കും, ജ്യേഷ്ഠ സൂക്ഷിച്ചോളൂ എന്ന് ലക്ഷ്മണൻ പറഞ്ഞു. അപ്പൊ ശ്രീരാമൻ എന്ത് ചെയ്തു, നീ ഇവിടെ സീതയ്ക്ക് കാവല് നിൽക്കൂ, ഞാൻ പോയിട്ട് മാനാണ് എന്നുണ്ടെങ്കിൽ ആ മാനിനെ പിടിച്ചു കൊണ്ടുവന്ന് സീതയ്ക്ക് കൊടുക്കാം, രാക്ഷസനാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അപ്പൊ തന്നെ വധിക്കാം, നീ ഇവിടെ സീതയുടെ സംരക്ഷണത്തിനായി നിൽക്കൂന്ന് ലക്ഷ്മണനോട് പറഞ്ഞിട്ട് ശ്രീരാമൻ പോയി. ശ്രീരാമൻ പോയപ്പം കുറെ ദൂരം ആ മാൻ എന്ത് ചെയ്തു, ഓടി 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 ശ്രീരാമനെ ഒട്ടിച്ചു. അങ്ങനെ പർണശാലയിൽ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് ഇങ്ങനെ ഈ മാനിന്റെ വിദ്യ കൊണ്ട് ശ്രീരാമനെ ദൂരത്ത് എത്തിച്ചു. മാന് ഓടി 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 എന്നിട്ട് കുറെ ദൂരത്ത് ഈ മാനിന്റെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള അപ്രത്യക്ഷാവലൊക്കെ കണ്ടപ്പോഴേക്കും തന്നെ ശ്രീരാമൻ എന്ത് കാര്യം പിടികിട്ടി, ഇത് മാനൊന്നുമല്ല, അസുരം വേഷം മാറി വന്നതാണ് എന്നുള്ളത് കറക്റ്റായിട്ട് പിടികിട്ടി. അപ്പൊ ഇനി കളിപ്പിച്ച് ഇതിന്റെ പിന്നാലേക്ക് പോവാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് ശ്രീരാമൻ എന്ത് ചെയ്തു, അമ്പെടുത്തിട്ട് ഒറ്റ വിടല്. ആ അമ്പ് എന്ത് ചെയ്തു, ആ മാനിന്റെ ദേഹത്ത് തറച്ചു. അപ്പൊ തന്നെ ആ മാനിന്റെ രൂപം മാറിയിട്ട് മാരീചന്റെ രൂപമായിട്ട് ആ ശരീരം വീണു. ആ സമയത്തും എന്താണ് രാവണൻ പറഞ്ഞ ആജ്ഞ, അതായത് രാവണൻ പറഞ്ഞു കൊടുത്ത പ്ലാന് മാരീചൻ പാലിക്കുന്നുണ്ട്. മാരീചൻ ശ്രീരാമന്റെ ശബ്ദത്തിൽ, നോക്കണം, ശ്രീരാമന്റെ ശബ്ദം അനുകരിച്ചുകൊണ്ട് ഹാ സീതേ ഹാ ലക്ഷ്മണ എന്നിങ്ങനെ വാവിട്ട് കരയാണ്. അപ്പൊ ഇതിങ്ങനെ കേൾക്കും, ആ പർണശാല വരെ കേൾക്കും, അത്ര ഉറക്കെയാണ് ശ്രീരാമന്റെ ശബ്ദത്തിൽ കരയുന്നത്, ഹാ സീതേ ഹാ ലക്ഷ്മണ എന്ന് വിളിച്ചിട്ട്. അങ്ങനെ ശ്രീരാമന്റെ കൈകൊണ്ട് ബാണമേറ്റ് ശ്രീരാമനെ കണ്ട് മാരീചൻ എന്ത് ചെയ്തു, സ്വർഗം പുലുക്കി, മാരീചന് മോക്ഷം ലഭിച്ചു. എന്നിട്ട് ശ്രീരാമൻ ഇങ്ങനെ തിരിച്ചു പോവുമായിരുന്നു. അപ്പോഴേക്കും എന്തായി, ആ പർണശാലയിൽ കേട്ടൂലേ, ശ്രീരാമന്റെ ശബ്ദത്തിലാണ് മാരീചൻ കരഞ്ഞത്. അപ്പൊ നോക്കണു സീത ഇങ്ങനെ കാതോർത്ത് നോക്കണു, ശ്രീരാമൻ കരയണ പോലെയാണ് തോന്നുന്നത്, കാരണം ആ രാക്ഷസൻ കരഞ്ഞത് ശ്രീരാമന്റെ ശബ്ദത്തിലാണ്. അപ്പൊ സീതാദേവിക്ക് ആകെ ടെൻഷനായി. ലക്ഷ്മണനോട് പറഞ്ഞു, പോയി നോക്കുന്നു. ലക്ഷ്മണൻ പറഞ്ഞു, അല്ല ഇത് ജ്യേഷ്ഠന്റെ ശബ്ദമല്ല, അത് ഏതോ മായാവി ശബ്ദം ഉണ്ടാക്കാണ്. പക്ഷെ അപ്പൊ പറഞ്ഞതൊന്നും എന്തായില്ല, സീതാദേവിക്ക് മനസ്സിലായതേ ഇല്ല. ഞാൻ എത്ര പറഞ്ഞിട്ടും നീ പോണില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ഉള്ളിൽ എന്തോ ദുരുദ്ദേശം ഉണ്ടാവും, ശ്രീരാമന്റെ നാശമാണ് നീ ആഗ്രഹിക്കുന്നത്, അങ്ങനെ നീ പോവാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീരാമൻ ഇല്ലാത്ത സമയത്ത് എന്നെ നിനക്ക് സ്വന്തമാക്കാമെന്നൊന്നും നീ വിചാരിക്കണ്ട എന്നൊക്കെ അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് അരുതാത്ത കാര്യങ്ങൾ വരെ സീതാദേവിയുടെ വായിൽ നിന്ന് പുറത്തു വന്നു. ഇതൊക്കെ കേട്ട് ലക്ഷ്മണനാണെങ്കിൽ സങ്കടവും ദേഷ്യവും ഒക്കെ ആയി. ഇത് അപകടത്തിലേക്കാണ് പോക്ക് എന്നുള്ളത് ലക്ഷ്മണന് വ്യക്തമായിട്ട് മനസ്സിലായി. കാരണം അത്രയും റെസ്പെക്ട്ഫുൾ ആയിട്ട്, അത്രയും ബഹുമാനത്തോടെ മാത്രം ദേവീനെ കാണുന്ന ലക്ഷ്മണനെയാണ് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ദേവിയുടെ നാവ് ഇപ്പോൾ തുനിഞ്ഞത്. അപ്പൊ ലക്ഷ്മണൻ എന്ത് ചെയ്തു, പർണശാലയുടെ ചുറ്റും തൻ്റെ ഒരു അമ്പെടുത്തിട്ട് ഒരു ലക്ഷ്മണ രേഖ വരച്ചു. ആ രേഖയാണ് നമ്മൾ ലക്ഷ്മണ രേഖ എന്ന് പറയും. ഒരു രേഖ ലക്ഷ്മണൻ വരച്ച് മന്ത്രമൊക്കെ ചൊല്ലി, ഈ രേഖയിൽ നിന്നും ജ്യേഷ്ഠത്തി പുറത്ത് കടക്കരുത്, ഈ രേഖയുടെ ഉള്ളിലേക്ക് മായാവി രാക്ഷസന്മാർക്ക് കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, ലക്ഷ്മണൻ അവിടെ നിന്ന് പോയി. ആ സമയത്ത് തക്കം നോക്കി നമ്മളുടെ രാവണൻ എന്ത് ചെയ്തു എന്നറിയോ, ഒരു മുനിയുടെ വേഷം ധരിച്ചിട്ട് ഇവിടെ വന്ന് സീതാദേവിയോടൊക്കെ സംസാരിച്ച്, രാവണൻ ആ വരയുടെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല, അപ്പൊ ഭിക്ഷ തരാൻ വേണ്ടി സീതാദേവിയോട് ഫലങ്ങളൊക്കെ ചോദിച്ച് സീതാദേവിനെ ആ രേഖയുടെ പുറത്ത് കടത്തിയിട്ട് പുഷ്പക വിമാനത്തിൽ കയറ്റിയിട്ട് കൊണ്ടുപോവുകയാണ്. നോക്കൂ, ആ ഒരു തെറ്റിദ്ധാരണ മൂലം ഉണ്ടായത് ലക്ഷ്മണനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു വിട്ടതാണ് അല്ലേ സീതാദേവി. അതാണ് നമ്മൾ ഓരോ കഥയിൽ നിന്നും നമ്മൾ ഓരോരോ പാഠങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ പെട്ടെന്ന് കേൾക്കുന്ന കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനം എടുത്ത് ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല അല്ലേ. എന്തൊരു കാര്യം നമ്മൾ പറയുമ്പോഴും ചെയ്യുമ്പോഴും രണ്ടാമതും മൂന്നാമതും ചിന്തിച്ച ശേഷം മാത്രമേ ഓരോ കാര്യവും നമ്മൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന സാരം നമുക്ക് ഇതിൽ നിന്ന് ഉൾക്കൊള്ളാം. എന്നിട്ട് പുഷ്പവിമാനത്തിൽ
സീതാദേവിയെ കയറ്റി രാവണൻ പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സീതാദേവി കരയുന്നുണ്ട്. ഹാ ഹാ ലക്ഷ്മണ, ഹാ ഹാ രാമ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സീതാദേവിക്ക് തന്റെ തെറ്റ് മനസ്സിലായി, ലക്ഷ്മണനെ താനിങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ള കാര്യം. അപ്പോഴോ ഈ കരച്ചിൽ മറ്റൊരാൾ കേട്ടു. ആ ഘോര വനത്തിൽ ഇത്രയും ദൂരത്തെത്തിയിരിക്കുന്ന ശ്രീരാമൻ ഈ കരച്ചിൽ ഒട്ടും കേൾക്കുന്നില്ല. പക്ഷെ മറ്റൊരാൾ ആ കരച്ചിൽ കേട്ടു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജഡായു എന്ന് പറയുന്ന ദശരഥന്റെ സുഹൃത്തായിട്ടുള്ള ഒരു പക്ഷിശ്രേഷ്ഠൻ ആ പർണശാലയ്ക്ക് എടുത്ത് സീതയെ സഹായിക്കാൻ എന്തെങ്കിലും ആവശ്യം വന്നാലെന്ന് പറഞ്ഞിട്ട് എന്താണ് കുടിയിരുന്നുണ്ടായിരുന്നു, അവിടെ താമസം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ആ പക്ഷിശ്രേഷ്ഠൻ ജഡായു വന്നിട്ട് എന്ത് ചെയ്തു, രാവണനെ ഒരുപാട് തടയാൻ നോക്കി. കൊക്കുകൊണ്ട് ഇങ്ങനെ എന്താണ് ആ വിമാനത്തിന് കേടുവരുത്താനൊക്കെ ശ്രമിച്ചു. പക്ഷെ ഒന്നും നടക്കുന്നില്ല. കാരണം അത് വിശ്വകർമാവിന്റെ കൈകൾ കൊണ്ട് ഉണ്ടാക്കിയ വിമാനമായിരുന്നു. പിന്നീട് ഒരുപാട് രാവണന്റെ മുന്നിൽ പോയി ചിറകൊക്കെ വിരിച്ച് തടയാനൊക്കെ നോക്കി. ഒരുപാട് ഇങ്ങനെ തടയാൻ നോക്കിയപ്പോൾ രാവണന് ദേഷ്യം വന്നിട്ട് രാവണൻ തന്റെ ചന്ദ്രഹാസം എടുത്തിട്ട് ജഡായുവിന്റെ ചിറകിനെ അങ്ങോട്ട് മുറിച്ച് കളഞ്ഞ് ആ ശരീരം താഴേക്ക് വീണ് നിലം പറ്റി. പക്ഷെ അപ്പോഴും ജഡായുവിന്റെ ജീവൻ പോയിട്ടുണ്ടായിരുന്നില്ല. കേവലം ജഡായുവിന് മാത്രമേ അറിയുള്ളൂ സീതാദേവിനെ അപഹരിച്ചു കൊണ്ടുപോയത് രാവണനാണ് എന്നുള്ള കാര്യം. അപ്പം ഇതിങ്ങനെ ശ്രീരാമനോട് പറയാൻ വേണ്ടിയിട്ട് ശ്രീരാമ രാമ രാമ എന്ന് വിളിച്ചുകൊണ്ട് മരണവേദന അനുഭവിച്ചുകൊണ്ട് ജഡായു അവിടെ കിടക്കുകയാണ്. ശ്രീരാമനാണെങ്കിൽ മാനിനെ പിടിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ ഇനി എന്താണ് സംഭവിക്കുക? സീതാദേവിനെ എവിടെ കൊണ്ട് എത്തിക്കും? ജഡായുവിന് എന്ത് സംഭവിക്കും? ശ്രീരാമൻ എന്ത് ചെയ്യും ഇത്തരം ഒരു സന്ദർഭത്തിൽ? ആ പ്രതിസന്ധിയെ എങ്ങനെയാണ് നേരിടുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നാളത്തെ കഥയിൽ മനസ്സിലാക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം നേരുന്നു.